നിങ്ങളുടെ വീട്ടിൽ ഒരു അപരിചിതൻ വന്ന് വെള്ളം ചോദിച്ചാൽ എന്ത് ചെയ്യും? കൊടുക്കും ല്ലേ? എൻ്റെ ഈ ബാഗ് ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചാലോ? ആ വെച്ചോളൂ എന്ന് പറയും. പക്ഷേ ആ ആള് കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് സ്വന്തം വീട് പോലെ ഇരുന്നിട്ട് ഇനി ഇത് എൻ്റെ വീടാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോണം എന്ന് പറഞ്ഞാലോ? അപ്പോൾ പ്രശ്നമായില്ലേ? അതാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് സംഭവിച്ചത്. ബ്രിട്ടീഷുകാർ 200 വർഷം നമ്മളെ അടക്കി ഭരിച്ച കഥ നമുക്കറിയാം ല്ലേ? പക്ഷെ അവരെങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെട്ടു എന്ന് നോക്കിയാലോ? വർഷം 1600 ലണ്ടനിലെ കുറച്ച് പണക്കാരായ കച്ചവടക്കാർ ഒത്തുകൂടി. എന്താണ് കാര്യം? അവർക്ക് ഇന്ത്യയിൽ ഒരു കച്ചവടം തുടങ്ങണം. അതിന് അവർ ക്വീൻ എലിസബത്തിൻ്റെ അടുത്ത് പോയിട്ട് സമ്മതം വാങ്ങി. ക്വീൻ എലിസബത്ത് ആണെങ്കിലോ സമ്മതം കൊടുത്തു. ശരി, ഇന്ത്യയിൽ പോയി കച്ചവടം ചെയ്തോളൂ. അവരെ ഇങ്ങോട്ട് ആകർഷിച്ചത് എന്താ അറിയോ? നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ, ഏലം, കുരുമുളക്, അങ്ങനെ വിലമതിക്കാനാവാത്ത നമ്മളുടെ സ്പൈസസ്. അങ്ങനെ അവർ അവരുടെ ഷിപ്പിൽ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഒരു രാജ്യമോ ഒരു പട്ടാളമോ ഒന്നുമല്ല ഇന്ത്യയിലേക്ക് വന്നത്, ഒരു കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ അവരുടെ കപ്പൽ ഇന്ത്യയുടെ സൂറത്തിൻ്റെ തുറമുഖത്തിൽ വന്നിറങ്ങി. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആരാന്നറിയോ? മുഗൾ രാജാവായ ജഹാംഗീർ. ബ്രിട്ടീഷുകാരനായ ക്യാപ്റ്റൻ ഹോക്കിൻസ് ജഹാംഗീറിനെ കണ്ടു ചോദിച്ചു, പ്രഭോ, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്പൈസസും തുണികളും വാങ്ങിച്ചു കച്ചവടം ചെയ്യാനുള്ള അനുവാദം തരാമോ? പക്ഷേ ജഹാംഗീർ രാജാവ് സമ്മതിച്ചില്ല. കാരണം അന്ന് പോർച്ചുഗീസുകാർ ഓൾറെഡി ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അവർ രാജാവിനോട് പറഞ്ഞു, ബ്രിട്ടീഷുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അങ്ങ് സമ്മതിക്കരുത്. പക്ഷേ ഹോക്കിൻസ് വളരെ ബുദ്ധിമാനായിരുന്നു. അയാൾക്ക് മഹാരാജാവിൻ്റെ പ്രിയ ഭാഷയായ ടർക്കിഷ് അറിയാമായിരുന്നു. അങ്ങനെ ടർക്കിഷിൽ സംസാരിച്ച് മഹാരാജാവിനെ കയ്യിലാക്കി. അവസാനം രാജാവ് സമ്മതിച്ചു. ശരി, നിങ്ങളിവിടെ ഒരു ചെറിയ ഫാക്ടറി തുടങ്ങിക്കോളൂ. ആയിരുന്നു മക്കളെ ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അങ്ങനെ ബ്രിട്ടീഷുകാരിവിടെ ഒരു ഗോഡൗൺ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ രാജാവിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് സെക്യൂരിറ്റി ഏർപ്പാടാക്കട്ടെ. രാജാവ് പറഞ്ഞു, ചെയ്തോളൂ. അതിലെന്താ തെറ്റ് അല്ലേ? കള്ളന്മാർ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി വേണം. പക്ഷേ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, ഞങ്ങളുടെ സെക്യൂരിറ്റിക്കും തോക്ക് വേണം. അതും ശരി, രാജാവ് സമ്മതിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അവർ അതൊരു കോട്ടയാക്കി മാറ്റി. ഒരു വലിയ ഫോർട്ട് കെട്ടി. വെറും കച്ചവടത്തിന് വന്ന ആൾക്കാർ, അവർക്കിവിടെ ഒരു വലിയ ഫോർട്ട് ഉണ്ടായി. ആ ഫോർട്ട് നിറച്ചും തോക്കുള്ള പട്ടാളക്കാർ. അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ നിലയുറപ്പിച്ചത്. പക്ഷേ ഇവർക്ക് കുറച്ച് പേർക്ക് തോൽപ്പിക്കാൻ പറ്റുന്നവരായിരുന്നോ ഇന്ത്യയിലെ രാജാക്കന്മാർ? എങ്ങനെയാണ് അവർ നമ്മളെ എല്ലാം കീഴ്പ്പെടുത്തി 200 വർഷം ഭരിച്ചത്? ഇനി മുന്നോട്ടറിയണ്ടേ? അടുത്ത